SBI കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കറക്റ്റായിട്ട് SBI കാർഡ്സിൻ്റെ ബില്ല് അടച്ചവരുടെ പേരിൽ പോലും ഡ്യൂ മാർക്ക് ചെയ്തു നമുക്ക് പല ഫോറത്തിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് എക്സിലും ട്വീറ്റായിട്ട് പല കംപ്ലയിൻസും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇഷ്യൂസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണി കൺട്രോൾ പോലുള്ള മീഡിയാസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തവരായിരിക്കും, പക്ഷേ എന്നിട്ട് കൂടി അത് ഡ്യൂ ആയിട്ടാണ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഡ്യൂ മാർക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളെയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ഡ്യൂ എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിബിൽ സ്കോർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. 50 മുതൽ 70 പോയിന്റ് വരെയൊക്കെയാണ് പലരുടെയും ഡൗൺ ആയിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, അവർ കറക്റ്റായിട്ട് റീപേ ചെയ്തതാണ്, എന്നിട്ടും ഇങ്ങനെ അവരുടെ പേരിൽ ഡ്യൂ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ ആണെങ്കിൽ അവരുടെ ഡ്യൂ ഡേറ്റ് എത്തിയിട്ട് കൂടിയില്ല, എന്നിട്ടും അവരുടെ ആ ഒരു ബില്ല് ഡ്യൂ ആണെന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ SBI കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചേക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ സ്കോർ കുറഞ്ഞെങ്കിൽ പാനിക്കാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊരു എററാണ്, ടെക്നിക്കൽ എററാണ്. ഇപ്പോൾ നമുക്ക് പുതിയ റൂൾ അനുസരിച്ച് അറിയാം, ജൂലൈ 1 മുതൽ എല്ലാ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും ക്രെഡിറ്റ് ബ്യൂറോകളെ മാസത്തിൽ 4 തവണ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. സോ ഇപ്പോൾ നിലവിൽ അത് എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഭൂരിഭാഗം കേസിലും ഇങ്ങനെയുള്ള എറർ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറാറുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അടുത്ത ബാച്ച് റിപ്പോർട്ട് പോകുന്ന സമയത്ത് ഇത് നമ്മളുടെ എറർ മാറി അത് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി അത് മാറി വരും. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്യൂ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്കോർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. എങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാം നോക്കാം. ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SBI കാർഡ്സിൻ്റെ കസ്റ്റമർ കെയറിൽ ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. SBI കാർഡ്സിൻ്റെ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് അയക്കാം. അതുപോലെ തന്നെ SBI കാർഡ്സിൻ്റെ മൊബൈൽ ആപ്പ് വഴി നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുക, ഇന്നപോലെ എൻ്റെ ബിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല, എന്താണോ നിങ്ങളെ ബാധിക്കുന്നത് അത് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കുക. ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു 3 ഡേയ്സിൽ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിന് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു മെയിലും അതുപോലെ തന്നെ മുൻപ് കംപ്ലയിൻറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിന് മെയിൽ അയക്കുക. ഇങ്ങനെ നമ്മുടെ കാർഡ് ഇഷ്യൂവറിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് ബ്യൂറോയിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സിബിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിബിലിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക. എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കേസിൽ പേഴ്സണലി എനിക്കൊരു 2-3 ഒരു മന്ത് ബാക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിരുന്നു. എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ എടുക്കാത്ത കുറേ ലോണുകളും കാര്യങ്ങളൊക്കെ കയറി വന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ആ ഒരു സമയത്ത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ആ ഒരു ലോൺ ഇഷ്യൂ ചെയ്ത ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മെയിൽ അയച്ചു. അതിനോടൊപ്പം തന്നെ സിബിൽ വഴി ഡിസ്പ്യൂട്ടും ഫയൽ ചെയ്തു. ഒരു 15 ദിവസം കൊണ്ടൊക്കെ എൻ്റെ ആ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അതിനെപ്പറ്റി അന്ന് ചെയ്ത വീഡിയോ ഞാൻ ഐ ബട്ടണിൽ ആഡിച്ച, സമയമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അറിഞ്ഞിരിക്കുക, അങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. സോ ക്രെഡിറ്റ് ബ്യൂറോ വഴി കൂടി ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തേക്കുക. പിന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നോഡൽ ഓഫീസറിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തു. 30 ഡേയ്സ് ആയിട്ട് നോഡൽ ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോണ്ടും വന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന RBIയുടെ ഡിജിറ്റൽ ഓംബുഡ്സ്മാൻ വഴി നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ്. നമുക്ക് RBIയുടെ പോർട്ടൽ വഴി കംപ്ലയിൻറ്റ് കൊടുക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തല്ലോ, അതിൻ്റെ ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ RBI റൂൾ അനുസരിച്ച് നമ്മളൊരു ക്രെഡിറ്റ് ബ്യൂറോയിൽ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണം, ഇല്ലെങ്കിൽ അതിനൊരു റെസ്പോണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസ് തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും നമുക്ക് 100 രൂപ എന്ന രീതിയിൽ നമുക്ക് പെനാൽറ്റി ആ ഒരു ക്രെഡിറ്റ് ബ്യൂറോ നമുക്ക് നൽകേണ്ടതായിട്ട് വരും. ഇങ്ങനെ കോമ്പൻസേഷൻ കിട്ടിയവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വീക്ക് കൊണ്ടൊക്കെ നമുക്കൊരു റെസ്പോൺസ് കിട്ടാറുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ SBI കാർഡ്സുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രീതിയിൽ ഡ്യൂ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 7 to 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. സിബിലിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ സിബിലിൻ്റെ വെബ്സൈറ്റിൽ വരിക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് യുവർ സിബിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. നമുക്ക് സിബിലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു തവണയാണ് സൗജന്യ റിപ്പോർട്ട് കിട്ടുക. അപ്പോൾ റിഫ്രഷ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ റിഫ്രഷ് ചെയ്യാം. ഇനി
നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങളുടെ സ്കോർ റിഫ്രഷ് ചെയ്തതെങ്കിൽ നിങ്ങൾ അവരുടെ ഏതെങ്കിലും ഒരു പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടതായിട്ട് വരും. പെയ്ഡ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് 550, പിന്നെ 6 മാസത്തേക്കാണെങ്കിൽ 800, ഒരു വർഷത്തേക്കാണെങ്കിൽ 1200 എന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഇത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ബസാറിൻ്റെയൊക്കെ ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പൈസ ബസാറിലാണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് സ്കോർ ചെക്ക് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ സിബിൽ വഴി എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലായിരിക്കും എറർ വന്നിരിക്കുക. റിഫ്രഷ് ചെയ്ത് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ എൻക്വയറീസ്, അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ അക്കൗണ്ട്സ് ഡ്യൂ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും അറിയാം. ആ ഒരു പേജിൽ ഏറ്റവും ആയിട്ട് റൈസ് എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആക്സസ് ഡിസ്പ്യൂട്ട് ഫോം എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഏത് കാറ്റഗറിയിലാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത്? അക്കൗണ്ട് സെക്ഷനിലാണോ, പേഴ്സണൽ ഇൻഫർമേഷനിലാണോ, എംപ്ലോയ്മെന്റ് ഇൻഫർമേഷനിലാണോ, ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ എൻക്വയറിയിലാണോ, കോൺടാക്ട് ഇൻഫർമേഷനിലാണോ, അതർ ഇൻഫർമേഷനിലാണോ? അപ്പോൾ നമ്മളുടെ ഡ്യൂ മാർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലാണ് വരുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് തെറ്റായിട്ട് ഡ്യൂ മാർക്ക് ചെയ്തതാണെങ്കിൽ ഐ ഹാവ് ക്ലോസ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് ഓഫ് ദ അക്കൗണ്ട്സ് ഹവർ ദേ റിഫ്ലക്റ്റ് ആസ് അൺപെയ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ. ഇതാണ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഫൈൻഡ് സൊല്യൂഷൻ. സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ, ലോൺ ആണെങ്കിൽ ലോണിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. ദെൻ നിങ്ങളുടെ ആ ഒരു SBI കാർഡിൻ്റെ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ എമൗണ്ട് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എഡിറ്റ് ചെയ്ത് 0 എന്നാക്കുക. അതിനുശേഷം താഴെ ഈ ഒരു കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സെക്ഷനോട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ഓപ്പൺ ആയിട്ട് നിങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺഡ് എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്യൂട്ട് വരും. അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് ക്ലോസ്ഡ് ഡിസ്പ്യൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്തിട്ട് ക്ലോസ് ആയ ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഫെയിൽഡ് സ്റ്റാറ്റസിൽ നിങ്ങൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഫെയിൽ ആയതിൻ്റെ ഇൻഫർമേഷനും അറിയാം. പേഴ്സണലി ഞാൻ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്തു, എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, ഡ്യൂ മാർക്കൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണപ്പെടാമെന്ന പ്രതീക്ഷയോടുകൂടി